സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ശ്യാമും അതുപോലെ തന്നെ വേണിയും നന്ദിനി അമ്മയും കൂടെ കോടതിയിലേക്ക് പുറപ്പെടാനായിട്ട് വണ്ടി കയറുകയാണ്. പക്ഷേ എങ്കിൽ കാർ സ്റ്റാർട്ട് ആവണില്ല കേട്ടോ. എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോഴത്തേനും ഒരു കുഴപ്പമില്ലാതിരുന്ന വണ്ടിയാണല്ലോ, ഇപ്പൊ സ്റ്റാർട്ട് ആവണില്ല, എന്തു പറ്റിയോ എന്തോ. അപ്പൊ ഇവരാകെ വിഷമിച്ചു. എന്നിട്ട് ഇവർ കയറിയപടി എല്ലാവരും ഇറങ്ങുകയാണ്. പുറത്തേക്ക് വന്നപ്പോ സമയത്ത് ഇറങ്ങിയപ്പോഴത്തേനും ഉടനെ തന്നെ ഒരു ടാക്സി ഇവരുടെ ഫ്രണ്ടിലേക്ക് വരികയാണ് കേട്ടോ. ഇതേതാ വണ്ടി എന്നിങ്ങനെ ചോദിച്ചു ആരതി. അത് ടാക്സി ആണല്ലോ എന്ന് ഇവരിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അല്ല, നിങ്ങൾ ആരാ, എന്ത് വേണം എന്ന് ചോദിച്ചു. അതെ, ഇവിടെ നിന്ന് ഒരാൾ ടാക്സി വരാൻ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് വന്നതാ. അതിന് ഇവിടുന്ന് ആരും ടാക്സി പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ല, ഇത് ശങ്കർബായി പറഞ്ഞു വിട്ട വണ്ടിയാ, ഈ വണ്ടിയിൽ വന്നാ മതിയെന്ന് ശങ്കർബായി പറഞ്ഞു. വേണി, എനിക്ക് എന്തോ പേടി തോന്നുന്നു, നമുക്ക് ഈ വണ്ടി പോണ്ട. നന്ദിനിയമ്മേ, നമ്മുടെ വണ്ടി കംപ്ലൈന്റാ, നമുക്ക് സമയത്തിന് കോടതിയിലെത്തണ്ടേ. ഇത് ശങ്കർ പറഞ്ഞു വിട്ട വണ്ടിയാന്ന് എന്താ മോളെ ഉറപ്പ്? ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാതെ ആരെങ്കിലും ശങ്കറിനെ വിളിക്ക എന്ന് പറഞ്ഞു മുത്തശ്ശി. അവനെ വിളിച്ചറിയാലോ. വേണിമോളെ, നീ ശങ്കറിനെ ഒന്ന് വിളിച്ചേ. ശരി എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഫോൺ എടുത്ത് ശങ്കറിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് വേണി. പക്ഷേ എങ്കില് കിട്ടണില്ല കേട്ടോ. അതെ, ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറയുന്നത് എന്താന്ന് അറിയത്തില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. ഇനിയിപ്പം എങ്ങനെയാ തിരിച്ചറിയാം? സമയവും വൈകുക, നിക്കട്ടോ, ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ വീണ്ടും വേണി വിളിച്ചു. പക്ഷേ എങ്കിൽ വീണ്ടും കിട്ടണില്ല കേട്ടോ ശങ്കറിന്റെ ഫോണിലേക്ക്. ഇനി ശ്യാമേട്ടാ, നമ്മൾ ഇനി എന്ത് ചെയ്യും? നമുക്ക് ഈ വണ്ടി തന്നെ അങ്ങ് പോയാലോ? വേണ്ട ശ്യാമേട്ടാ, നമുക്ക് വേറൊരു വണ്ടി വിളിച്ചങ്ങ് പോയാലോ? ചിലപ്പോ ശങ്കർ പറഞ്ഞു വിട്ട വണ്ടി തന്നെയാണെങ്കിലോ? എന്തായാലും അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തായാലും നമുക്കിതേ തന്നെ പോവാം. ഈ ഏട്ടൻ്റെ എവിടെയാ? ഫോൺ എടുക്കുന്നതുമില്ല, സമയം പോകുന്നു. നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക എന്ന് മുത്തശ്ശിയും പറഞ്ഞു കേട്ടോ. എനിക്ക് എന്തോ ഒരു അപകടം ഫീൽ ചെയ്യുന്നുണ്ട്. കോടതിയിൽ പോവാൻ ഇറങ്ങിയപ്പോ തന്നെ നമ്മുടെ വണ്ടി കംപ്ലൈന്റ് ആവുന്നു. കൃത്യസമയത്ത് നമ്മൾ വിളിക്കാതെ തന്നെ ഒരു ടാക്സി എത്തുന്നു. ഇതിലൊക്കെ എന്തൊക്കെയോ ഒരു കുഴപ്പം കാണുന്നില്ലേ? നന്ദിനിയമ്മേ, ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല. നമുക്ക് എത്രയും വേഗം കോടതിയിൽ എത്തിയേ പറ്റൂ. നമുക്ക് ഈ വണ്ടിയിൽ തന്നെ പോകാം, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. നന്ദിനിയമ്മ വന്നേ എന്ന് പറഞ്ഞ് നന്ദിനിയമ്മയും കൂട്ടിക്കൊണ്ട് ഇവർ ഈ ടാക്സിയിലേക്ക് കയറുകയാണ്. നല്ല ടെൻഷൻ ഉണ്ട്, എങ്കിലും മുത്തശ്ശിക്ക് പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവനെയാണ്. അപ്പം ചാരങ്ങാട്ട് മഹാദേവൻ കൈസ എടുത്ത് ബെഡിലിങ്ങനെ വെച്ചിട്ട് ആളെ തേരെ പരങ്ങി നടക്കുകയാണ്. ഈ സമയത്താണ് രാധാമണി തങ്കച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ദാ കോഫി എന്ന് പറഞ്ഞു. ദേ, അതിന് എന്നോട് ആരാ ഇപ്പൊ കോഫി കൊണ്ടുവരാൻ പറഞ്ഞത്? നീ ഇതുകൊണ്ടൊന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചോ. കോഫി വേണമെന്ന് ഇപ്പൊ നിങ്ങൾ തന്നെയല്ലേ മനുഷ്യ പറഞ്ഞത്? ഞാൻ തന്നെ ഇപ്പൊ പറയാ, ഇപ്പൊ തൽക്കാലം എനിക്ക് കോഫി വേണ്ട, കഴിഞ്ഞില്ലേ? നീ ഒന്ന് പോകുന്നുണ്ടോ? നിന്നോടല്ലേ വേണ്ടാന്ന് പറഞ്ഞത്, പിന്നെ എന്തൊട്ടിനാ നീ ഇവിടെ നിൽക്കുന്നത്? അല്ല, അവർക്ക് പണം കൊടുക്കേണ്ടത് ഇന്നല്ലേ? അതറിയാൻ നിക്കാ നീ? അവര് വിളിച്ചോ? എടി രാധേ, ദേ, നീ എന്തൊട്ടിനാടി ഇതിലൊക്കെ കയറി തലയിടുന്നത്? നീ നിന്റെ പണി നോക്ക, അടുക്കളയിലത്തെ കാര്യം പോയി നോക്ക. അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞു, അടുക്കളയിലത്തെ ജോലി കഴിഞ്ഞ അവള് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മഹാദേവന്റെ ഫോണിലേക്ക് കോള് വരികയാണ്. നിന്നോടല്ലേ പോവാൻ പറഞ്ഞത് എന്ന് ചോദിച്ചോ. ഒന്ന് പോയേടി എന്ന് പറഞ്ഞ മഹാദേവൻ രാധാമണിയെ അവിടുന്ന് പറപ്പിക്കുകയാണ്. അപ്പൊ രാധാമണി അങ്ങറങ്ങിപ്പോയി. മഹാദേവൻ വേഗം ഫോൺ എടുത്തു കേട്ടോ. അപ്പൊ ആള് പുറകി പാറി എന്നിട്ട് കേൾക്കും എന്നുള്ളത് മറ്റൊരു സത്യം. അപ്പൊ ഫോൺ എടുത്തു. ഹലോ, മഹാദേവനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ധ്രുവനാണ് വിളിച്ചിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയല്ലേ, ഒരു മാറ്റവും ഇല്ലല്ലോ അല്ലേ? എന്ത് മാറ്റം? ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. ദേ, നിങ്ങൾക്ക് തരാനുള്ള 1 കോടി എന്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഇനി ഇത് എവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. മഹാദേവ സാറ് അതിബുദ്ധി കാണിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു. എന്തൊട്ടാ ഇപ്പൊ അതിബുദ്ധി എന്നാ നിങ്ങൾ പറയണത്? പോലീസിൽ അറിയിച്ചാലേ കുഴപ്പം എനിക്ക് തന്നെയല്ലേ സംഭവിക്കാൻ പോണത്? പോലീസിൽ അറിയിച്ച ഇയാൾക്കത് കുഴപ്പം എന്ന് ധ്രുവൻ ഇങ്ങനെ ചിന്തിച്ചു. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ക്ലീൻ ആയിട്ട് അവസാനിപ്പിക്കേണ്ടതേ ഇപ്പം എന്റെ മാത്രം ആവശ്യമാണ്, അല്ലെങ്കിൽ ഞാനായിട്ട് തന്നെ തുടങ്ങി വെച്ചതല്ലേ ഇതൊക്കെ. അപ്പൊ ധ്രുവൻ ഒന്നും മനസ്സിലായില്ല കേട്ടോ. നിന്റെ ആ ബോസിനോട് അവനോടൊരു കാര്യം പറഞ്ഞേക്ക്, മാക്സിമം 5 ലക്ഷം, അതിൽ തീരേണ്ട കേസായത്. പക്ഷെ ഇപ്പൊ 1 കോടിയിലാ വന്ന് നിൽക്കുന്നത്, അത് മറക്കണ്ട. ബോസോ, ഇതെന്താ ഇയാൾ ഇങ്ങനെ പറയണത് എന്ന് ധ്രുവൻ ചിന്തിച്ചു. നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ,
പണം എവിടെയൊക്കെ കൊണ്ടുവരേണ്ടത്, പണം കൊണ്ടുവരേണ്ട ലൊക്കേഷൻ ഞാൻ പറയാം. പിന്നെ കൃത്യം 11 മണിക്ക് നിങ്ങൾ അവിടെ എത്തണം. അവിടെ എത്തിയിട്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ വീണ്ടും വിളിക്കാം. പണം എന്ത് ചെയ്യണം എന്ന് ഞാൻ അപ്പൊ പറയാം എന്ന് പറഞ്ഞു. ആ ശരി, ഞാൻ കാശുമായിട്ട് ഞാൻ എങ്ങോട്ടേക്കാ വരേണ്ടത് പറയാം എന്ന് പറഞ്ഞ ധ്രുവൻ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ നിങ്ങൾ പറഞ്ഞ സ്ഥലം എനിക്ക് മനസ്സിലായി, ഞാൻ അവിടെ കൃത്യം 11 മണിക്ക് തന്നെ എത്തിയിരിക്കും. അപ്പൊ അതുകൊണ്ട് നവീന് നേരെ എന്താ പറയാ ധ്രുവനെ വിളിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ ധ്രുവൻ പറഞ്ഞു, അതെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് മച്ചാനെ എന്ന് പറഞ്ഞു. ആണോ, എങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേനും അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ധ്രുവൻ ആ പണവും വാങ്ങി നേരെ നമ്മൾ പറഞ്ഞ നമ്മുടെ സൈഡിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നവീൻ ബ്രോ പെട്ടെന്ന് വരില്ലേ, ലേറ്റ് ആവില്ലല്ലോ അല്ലേ? ഇല്ല, ഞാനിത് ഇറങ്ങാൻ തുടങ്ങുക നവീൻ ബ്രോ. അതെ, ഗൗരിക്കും ശങ്കർ ബായിക്കും നല്ല അടാറ് പണി നമ്മൾ കൊടുത്തല്ലേ. ഇന്ന് വൈകിട്ട് നമ്മള് ഗംഭീര ഒരു പാർട്ടി അങ്ങ് സെറ്റ് ചെയ്താലോ? ധ്രുവ, നീ പാർട്ടി പ്ലാൻ ചെയ്തോ? ഒരു കുഴപ്പമില്ല, ആ പാർട്ടിയിൽ വെച്ച് ഞാനൊരു വമ്പൻ സർപ്രൈസ് പൊട്ടിക്കും. നവീൻ ബ്രോ, ആ സർപ്രൈസ് എന്താണെന്ന് ഒരു ചെറിയ ഹിന്റ് തരാൻ പറ്റുമോ? ആ ധ്രുവ, അത് കേൾക്കുമ്പോ നീ ഞെട്ടും, അത് നീ മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്നാ സമയം കളയണ്ട, നീ വേഗം വിട്ടോ. ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഇവൻ ഫോൺ വെച്ചു. ഫോൺ വെച്ച സമയത്താണ് അവിടെ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടോ, നവീൻ നിൽക്കുന്ന വീട്ടില്. അപ്പൊ നവീൻ ചെന്ന് വാതിൽ തുറന്നപ്പോ നമ്മുടെ ഗംഗയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഗംഗ ചിരിയൊക്കെ പാസ്സാക്കി, ആഹാ ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഇല്ല, തീരെ പ്രതീക്ഷിക്കാതെ ഗംഗയെ കണ്ടപ്പോ അതായിക്കോട്ടെ. അല്ല, എന്നെ നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് ഇങ്ങനെ കുഞ്ഞു സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നത് ഒരു രസമുള്ള കാര്യല്ലേ? എന്താ എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? അയ്യോ സോറി, വാ വാ എന്ന് പറഞ്ഞോണ്ട് ഗംഗയെ നേരെ അകത്തേക്ക് വിളിച്ചു. അപ്പൊ ഗംഗ കയ്യിലൊരു എന്താ പറയാ പാക്കറ്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ കയ്യില് 2 ഡ്രിങ്ക്സ് ഒക്കെയാണ് ആൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ 2 ഗ്ലാസ് എടുത്തു, ഗ്ലാസ്സിൽ ഊറ്റുവാണ്. ഇന്ന് നമ്മളെല്ലാവരും വിജയിച്ച ദിവസമല്ലേ, അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ ശരിയാകുക? അപ്പൊ ചെറിയൊരു രീതിയിൽ ആഘോഷമാകാം എന്ന് കരുതിയിട്ടാ ഞാനിങ്ങനെ പോകുന്നത്. എന്തേ, അത് ബുദ്ധിമുട്ടാവോ എന്ന് ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ട്? സന്തോഷമല്ലേ? നവീന്റെ ചിരി കാണാൻ നല്ല ഭംഗിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിൽ കേട്ടോട്ടോ, ഞാനിപ്പൊ പറയാ, നവീന്റെ ചിരി കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ, എന്തോ ഒരു പ്രത്യേക അഴക് തന്നെയുണ്ട്. ആ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ ഗംഗ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നവീന് ഒഴിച്ച് ഡ്രിങ്ക്സ് അങ്ങ് കഴിച്ച ശേഷം ഇവനിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഗംഗ ഭയങ്കര എന്താ പറയാ പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവൻ ആ കുപ്പി എടുത്ത് നേരെ ആ സൈഡിലേക്ക് തല്ലി അങ്ങ് പൊട്ടിച്ചു. താൻ എന്താ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് നേരെ ഗംഗയുടെ കഴുത്തിലേക്ക് വെച്ചു ആ കുപ്പി. അപ്പൊ എടി, ഞാനൊരു മണ്ടനാണെന്നാണോ നീ വിചാരിച്ചത്? ഇത് നീന്റെയും ശങ്കറിന്റെയും പ്ലേ ആണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ. ഇത് എവിടെ വരെയാ പോകുമെന്ന് ഞാൻ കാത്തിരിക്കായിരുന്നു. അപ്പൊ എപ്പോഴാ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ റെസ്റ്റോറന്റിൽ വെച്ച് ഒരു ആക്ടിങ് പ്ലാൻ ചെയ്തിരുന്നല്ലോ, ഗംഗയും അതുപോലെ തന്നെ ശങ്കറും. അപ്പൊ ഇവര് ഇങ്ങനെ സംസാരിക്കുന്ന എല്ലാം കേട്ടോണ്ട് അപ്പുറത്ത് അപരിചിതനെ പോലെ ഒരു തലയില് തൊപ്പിയൊക്കെ വെച്ച ഇരിപ്പുണ്ടായിരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, നവീനാണ്. നവീൻ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ എല്ലാം മനസ്സിലാക്കി വെച്ചിരുന്നു കേട്ടോ. ഞാന് നിങ്ങളുടെ അഭിനയം എല്ലാം മനസ്സിലാക്കിയിട്ടും ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചത്. പിന്നെ ഈ കളിയുടെ അവസാനം ഇങ്ങനെ ഫിനിഷ് ചെയ്യാനായിട്ടാ. പിന്നെ എന്തായാലും ഇന്ന് എന്താ പറയാ, മിഥുൻ എന്റെ പേരിലെ പണം വാങ്ങുന്നു, ആ പണം ശങ്കറിനെ ഏൽപ്പിക്കുന്നു. ഇതല്ലേ പ്ലാൻ. പക്ഷെ ആ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. പക്ഷെ മിഥുന് വേണ്ടിയിട്ട് ശങ്കറിന് വേണ്ടിയിട്ട് പണം വാങ്ങുന്നത് ഈ ഞാൻ തന്നെ ആയിരിക്കും. നവീൻ പ്ലീസ്, ആദർശിനെ രക്ഷിക്കാനുള്ള അവസാന മാർഗ. ആദർശിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നിന്നെ ഇനി ഇവിടെ ആര് രക്ഷിക്കും? വാടി ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗയെ പിടിച്ച് റൂമിൽ കൊണ്ടിട്ട് പൂട്ടുകയാണ് നമ്മുടെ നവീൻ. അപ്പൊ ഗംഗ അകപ്പെട്ടു പോയിട്ടോ. നവീൻ വാതിൽ തുറക്ക പ്ലീസ്. നമ്മുടെ ശങ്കർ ഭായിനെയാണ്. അപ്പൊ ശങ്കർ ഭായ് ഇതേണ്ട നമ്മുടെ തമ്പിയണ്ണന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ കയ്യില് ഒരു പാക്കറ്റ് ഉണ്ട് കേട്ടോ. തമ്പിയണ്ണേ ദേ ഇതങ്ങോട്ട് വാങ്ങിയേ എന്ന് പറഞ്ഞു. ഇതെന്താ ശങ്കർ ഭായ് എന്ന് ചോദിച്ചു. ഇത് കുറച്ച് ജോർജ് കുട്ടിയാന്നേ. കാശാണോ? അത് തന്നെയാന്നേ എന്ന് പറഞ്ഞു. ഇത് തമ്മിയണ്ണനെ തരാൻ വേണ്ടി ഞാൻ വേറൊരിടത്തുനിന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ കേട്ടോ. ഇത് തമ്മിയണ്ണൻ ധൈര്യമായിട്ട് വാങ്ങിക്കോ. എന്റെ പൊന്നോ, തമ്മിയണ്ണൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തായാലും ഉണ്ട്, അത് ഉറപ്പാ. ശങ്കർ ഭായ്, നമ്മൾ ആദ്യം പറഞ്ഞ ഡീല് അങ്ങനെ ആയിരുന്നില്ലല്ലോ ശങ്കർ ഭായ്. ശങ്കർ ഭായ് എനിക്ക് എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ച ശേഷം മാത്രം മതി.
തമ്മിയണ്ണ, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവസാനിക്കും, അത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. തമ്മിയണ്ണനും ടീമിനും ഇന്ന് തന്നെ മടങ്ങിപ്പോവാം. ഇനി അല്ല ശങ്കർ ഭായ്, അപ്പോ മഹാദേവ സാറിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ ഞങ്ങൾ പോകണ്ടേ എന്ന് ചോദിച്ചു. വേണ്ടാന്നേ, അതൊക്കെ പണം ധ്രുവൻ തന്നെ വാങ്ങിക്കോളും. അത് ശരി, അപ്പൊ അവൻ പണം വാങ്ങിക്കൊണ്ട് പോയാൽ എങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചു. അതെങ്ങനെ ശങ്കർ ഭായിക്ക് അതുകൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുള്ളല്ലേ. അതൊക്കെ ശരിയാ, കോടതിയിൽ പണം കെട്ടി വെക്കണ്ടേ. അതിലൊരു ടെൻഷനും വേണ്ട കേട്ടോ. ആ ധ്രുവൻ ആ പണം വാങ്ങിക്കൊണ്ട് പോയാലും ആ പണം എനിക്ക് നഷ്ടപ്പെടില്ല, അതെന്റെ കയ്യിൽ തന്നെ എത്തും. ആ 1 കോടി രൂപ എന്റെ കയ്യിൽ തന്നെ എത്തിയിരിക്കും, അത് ഉറപ്പ് എന്ന് പറഞ്ഞു. ദാ ഇത് സന്തോഷത്തോടെ തമ്മിയണ്ണന് വാങ്ങിക്കേ എന്ന് പറഞ്ഞു. അപ്പൊ തമ്മിയണ്ണന് ഒരു മടി. തമ്മിയണ്ണന്റെ ലൈഫിൽ എന്തെങ്കിലും ആവശ്യം വന്നാ ഒരു കോള് അത് മതി കേട്ടോ, ശങ്കർ ഭായ് അവിടെ ഉണ്ടാവും. അറിയാലോ, സ്നേഹിക്കുന്നവർക്കൊപ്പം കട്ടയ്ക്ക് തന്നെ എന്നും ഉണ്ടാവും ശങ്കർ ഭായ്. ഇത് വാങ്ങ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നമ്മുടെ തമ്മിയണ്ണന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആള് ഭയങ്കര സെന്റിമെന്റലായി. സത്യം പറയട്ടെ, ശങ്കർ ഭായ് ഒരു കാര്യം പറഞ്ഞോട്ടെ, കൊള്ളാവുന്ന മനുഷ്യരെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാ സത്യം. നിങ്ങളെ ആ കുറവ് നികത്തി. എന്താന്ന് വെച്ചാലേ, ഞങ്ങളുടെയൊക്കെ ലൈഫില് എന്തൊക്കെ മനം മറിഞ്ഞ് വരുന്ന പ്രശ്നം ഉണ്ടായാലും ഞങ്ങളെ അത് ബാധിക്കില്ല. ഞങ്ങളുടെ ശങ്കർ ഭായ് ഞങ്ങളെ രക്ഷിക്കാൻ വരും എന്നുള്ള ഒരു ധൈര്യം അതുണ്ട്. അത് മാത്രം മതി ശങ്കർ ഭായ് ഞങ്ങൾക്ക്, എനിക്കും എന്റെ പിള്ളേർക്കും എന്ന് പറഞ്ഞ് ശങ്കറിനെ കെട്ടിപ്പിടിച്ച് നിൽക്കാണ്. അപ്പൊ ഭയങ്കര സന്തോഷമായിട്ടോ. ഗംഗ അവിടെ അകപ്പെട്ടു പോയി. അപ്പൊ ഗംഗ ആകെ വിഷമിച്ച്, ഇനിയിപ്പൊ ഞാൻ ചതിച്ചു എന്നുള്ള കാര്യം നവീൻ എന്താണേലും ധ്രുവനെ അറിയിച്ചിട്ടാണ്. ശങ്കറിന്റെ പ്ലാൻ എല്ലാം പൊളിയും, മിഥുന്റെ കയ്യിലേക്ക് എത്തിയില്ല. ആ പണം നഷ്ടപ്പെട്ടാൽ അവസാന നിമിഷം ശങ്കർ ഈ തുക എവിടെന്ന് കരുതും. എന്റെ ദൈവമേ, ഇന്നത്തെ ഒരു ദിവസത്തെ വേണ്ടിയിട്ടാ ഞങ്ങൾ എല്ലാവരും കാത്തിരുന്നത്. എന്റെ ഈശ്വര, ഇതിങ്ങനെ ആയല്ലോ എന്നൊക്കെ ഓർത്ത് ഗംഗ ആകെ വല്ലാണ്ട് സങ്കടപ്പെട്ട് മുറിയിൽ അകപ്പെട്ടു പോയി. വാതിലാണെ തുറക്കുന്നുമില്ല. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഗംഗ പെട്ടുപോയിട്ടോ ശരിക്കും. പിന്നെ നമ്മൾ കാണുന്നത് വേണിനെയും അതുപോലെ തന്നെ ശ്യാം സാറിനെയും നന്ദിനി അമ്മേനെയാണ്. അപ്പൊ ഇവരിങ്ങനെ കോടതി മുറിയിൽ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആദർശനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദിനിയമ്മേ, ദേ ആദർശേടൻ എന്ന് പറഞ്ഞു. മോനെ എന്ന് വിളിച്ചുകൊണ്ട് നന്ദിനിയമ്മ ഓടി അങ്ങോട്ടേക്ക് ചെല്ലുക. അമ്മ ഇങ്ങനെ കരയല്ലേ, ജയിലിൽ പോലീസുകാർ നിന്നെ ഉപദ്രവിച്ചോ എന്ന് ചോദിച്ചു. അമ്മ എന്തിനിങ്ങനെ വിഷമിക്കുന്നത്? ആർക്കും ഒരു ദ്രോഹിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ദ്രോഹിക്കാൻ അറിയാത്ത നിനക്കിതൊക്കെ വന്നല്ലോ. ആദർശേട്ടനെ ദ്രോഹിച്ചവർക്കൊക്കെ നമ്മൾ നല്ല മറുപടി കൊടുക്കും എന്റെ നന്ദിനിയമ്മേ, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. നന്ദിനിയമ്മ ഇങ്ങനെ കിടന്ന് കരയല്ലേ. നന്ദിനിയമ്മേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്ന് നമ്മുടെ ആദർശേട്ടനെ നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവല്ലേ, പിന്നെ എന്തിനാ നന്ദിനിയമ്മ കരയണത് എന്ന് ചോദിച്ചു. അച്ഛാ, വേണി എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചു. അതെന്താന്ന് വെച്ചാല്, എനിക്ക് എങ്ങനെ ജാമ്യം കിട്ടാനാ അത്രയും വലിയൊരു തുക എങ്ങനെയാ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്ന് ചോദിച്ചു. വേണി എന്തോ ഒരു മാർഗം കണ്ടിട്ടുണ്ട് മോനെ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മോന് ജാമ്യം കിട്ടും എന്ന് പറഞ്ഞു. ശ്യാമും ഒരു കോൺഫിഡൻസോടെ തന്നെയാണ് കേട്ടോ പറയുന്നത്, വേണിയിലുള്ള വിശ്വാസം. ആദർശേട്ടൻ തൽക്കാലം അതൊന്നും ആലോചിക്കണ്ട കേട്ടോ. കോടതിയിലെ കേസ് വിളിക്കുന്ന ടൈമിലെ ബാങ്കുകാര് പറഞ്ഞ പണം നമ്മൾ കോടതിയിൽ കെട്ടുവച്ചിരിക്കും, അതോർത്ത് അതിലൊരു സംശയം വേണ്ടട്ടോ എന്ന് പറഞ്ഞു. വേണി നീ എന്താ ഈ പറയുന്നത്? 1 കോടി രൂപ നമുക്ക് എങ്ങനെ കിട്ടും എന്നാ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹരണി മേഡം അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, നീ മോഷ്ടിച്ച 25 കോടിയിൽ നിന്ന് 1 കോടി രൂപ എടുത്ത് നിന്റെ ഭാര്യ നിന്നെ രക്ഷിക്കും അല്ലേ വേണി എന്ന് ചോദിച്ചു. ഇവളാകെ ഒരു വള്ളിക്കെട്ട് കേസാണ് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമുക്ക് ഒരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കാൻ തോന്നും. അതുപോലത്തെ ഒരു ഓഫീസർ. അതെ, പ്രതിക്ക് കോടതി പരിസരത്ത് വെച്ച് ബന്ധുക്കളോട് സംസാരിക്കാനുള്ള അധികാരം കോടതി നൽകിയിട്ടുണ്ടോ? ചോദിച്ചു കേട്ടില്ലേ? പിന്നെ ആരുടെ പെർമിഷൻ വാങ്ങിയിട്ടാ ഇവനോട് ഇവന്റെ ബന്ധുക്കളോട് സംസാരിക്കാൻ അനുവദിച്ചത് എന്ന് ചോദിച്ച് പോലീസുകാരോട് തട്ടിക്കേറുകയാണ്. അപ്പം അതെ, 25 കോടി മോഷ്ടിച്ച ഒരു ഫ്രോഡിനോട് വലിയ മനുഷ്യത്വമൊന്നും നിങ്ങൾ കാണിക്കാൻ നിൽക്കണ്ട, മനസ്സിലാവുന്നുണ്ടോ? കൊണ്ടുപോകാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ആദർശനെയും കൂട്ടിക്കൊണ്ട് പോലീസുകാരങ്ങ് പോയി. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേനും എന്താ പറയാ, രക്തം തളച്ചു നിൽക്കാണ് വേണി. മേഡം 1 മിനിറ്റ് കേട്ടോ എന്ന് പറഞ്ഞു. മോളെ വേണ്ട എന്ന് പറഞ്ഞു. നമ്മൾ പറയാനുള്ളത് പറയണം നന്ദിനിയമ്മേ, അത് ആരോടാണെങ്കിലും എന്ന് പറഞ്ഞു. മേഡം, ഒരാള് കുറ്റവാളിയാകുന്നതേ കോടതി അയാളെ കുറ്റവാളി എന്ന് വിധിക്കുമ്പോൾ മാത്രമാണ്, അല്ലാതെ തെളിവുകളും സാക്ഷ്യമൊഴികളും ഒക്കെ നോക്കിയിട്ടാ കോടതി തെറ്റുകാരനാണോ എന്ന് വിധിക്കുക. കോടതിയിൽ അങ്ങനെ ഒരു വിധി വരുന്നത് ഒരാളും കുറ്റവാളിയല്ല കേട്ടോ.
ആഹാ, കോടതിയൊക്കെ കയറി ഇറങ്ങി ചാരങ്ങാട്ട് മഹാദേവന്റെ മോള് നിയമമൊക്കെ പഠിച്ചു തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞു. ചാരങ്ങാട്ട് മഹാദേവന്റെ മോളെ, നിന്നോട് ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. ഈ കേസ് അന്വേഷിച്ചത് ഈ ഞാനാണ് എങ്കിൽ നിന്റെ ഭർത്താവിന് ഞാൻ ശിക്ഷ വാങ്ങിക്കൊടുത്തിരിക്കും, ഉറപ്പ്. മേഡം, എങ്കിലൊരു കാര്യം കേട്ടോ, ഈ കേസിലെ സത്യം എന്നിട്ടാണെന്ന് വൈകാതെ തന്നെ ലോകം അറിയുക തന്നെ ചെയ്യും. അപ്പോ ഏറ്റവും വലിയൊരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് മേഡത്തിനായിരിക്കും. നീ ആദ്യം ജാമ്യം എടുക്ക, എന്നിട്ടല്ലേ സത്യം തെളിയിക്കുന്നത്. ആദർശേണ് ഇന്ന് ജാമ്യം കിട്ടും കേട്ടോ. അവൻ വന്നതുപോലെ ജയിലിലേക്ക് തന്നെ അവൻ പോവും, അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോണില്ല. എങ്കിൽ മേഡം, ഇനി ഇത് മറിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ചാരങ്ങാട്ട് മഹാദേവന്റെ മോൾക്ക് എന്റെ വക ഒരു സല്യൂട്ട് ഉണ്ടാവും എന്ന് ഹരണി ഇങ്ങനെ പറഞ്ഞു. എങ്കിൽ വൈകണ്ട മേഡം, ആ സല്യൂട്ട് മേഡം ഇപ്പൊ തന്നെ വേണിക്കങ്ങ് കൊടുത്തേരെ എന്ന് ശ്യാമും പറഞ്ഞു. ആദർശിന് ഇന്ന് ജാമ്യം കിട്ടും എന്ന് ശ്യാമും ഉറപ്പിച്ചു പറഞ്ഞു. അപ്പൊ ഒന്നും മിണ്ടിയില്ല. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണം കെടുമെന്ന് മനസ്സിലായത് കൊണ്ട് ഹരണി പതുക്കെ അവിടുന്ന് പോയി. ശ്യാമേട്ടാ, വേണിയുടെ വാക്ക് എനിക്ക് വിശ്വാസം. അതെ ശ്യാമേ, നമ്മുടെ കേസാ രണ്ടാമത് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് വക്കീല് വന്നു. വേണി, ഉറപ്പായിട്ട് പണം കെട്ടിവെക്കാൻ പറ്റൂലോ അല്ലേ മോളെ എന്ന് ചോദിച്ചു. എന്റെ വക്കീലെ, ഒരു ടെൻഷനും വേണ്ടട്ടോ. അതെ, നമ്മുടെ ആദർശന്റെ കേസ് വിളിക്കുമ്പോ നമ്മൾ ആ ക്യാഷ് കെട്ടിവെച്ചിരിക്കും, അത് ഉറപ്പാ, ഒരു സംശയം വേണ്ട എന്ന് തന്നെ വേണി പറഞ്ഞു. എനിക്ക് അത്ര മാത്രം കേട്ടാൽ മതി മോളെ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി വരുന്നത് നല്ല പൊള്ളി എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.